പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ക്രൈസ്തവർ അറിഞ്ഞിരിക്കേണ്ട 3-4 അതിപ്രധാനങ്ങളായിരിക്കുന്ന സത്യങ്ങൾ ഇവിടെ വിവരിക്കുകയാണ്. ഒന്നാമതായിട്ട്, വിശുദ്ധ ബൈബിൾ പറയുന്ന മുഖ്യ കൽപ്പന ദൈവം ഏകനാണെന്നും ആ ഏക ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്നുള്ള ആ കൽപ്പനയാണ് ആവർത്തന പുസ്തകം 6:4 മർക്കോസിൻ്റെ സുവിശേഷം 12:29 എല്ലാറ്റിലും മുഖ്യ കൽപ്പനയായി യേശു ക്രിസ്തു എടുത്തു പറയുന്ന ആ മുഖ്യ കൽപ്പന ദൈവം ഏകൻ എന്ന് വിശ്വസിക്കണം. അവിടെ ഒരിക്കലും ദൈവം ത്രിയേകനാകുന്നില്ല, ദൈവം ഒരിക്കലും തൃത്വമാകുന്നില്ല. ഇനി 2, യെശയ്യാവ് 34:16 യഹോവയുടെ പുസ്തകത്തിൽ വായിച്ച് അന്വേഷിച്ച് നോക്കുവിൻ, അവയിലൊന്നും കാണാതെ ഇരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതെ ഇരിക്കുകയില്ല. എവിടെയെങ്കിലും ഒരു വാക്യം വെച്ചുകൊണ്ട്, ആ ഒരു തെളിവ് മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾ അത് അംഗീകരിക്കരുത്. അതിന് അനുയോജ്യമായിട്ടുള്ള മറ്റു തെളിവുകളുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വചനത്തെ നമുക്ക് വ്യാഖ്യാനിക്കുവാൻ മറ്റു വചനങ്ങൾ കൊണ്ട് നമ്മൾ തെളിവ് കൊടുക്കണം. വചനം കൊണ്ട് വേണം വ്യാഖ്യാനിക്കുവാൻ. അപ്പോൾ പുസ്തകത്തിൽ അന്വേഷിച്ച് നോക്കിയിട്ട് അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കി അത് വേണം ജനങ്ങളെ പഠിപ്പിക്കുവാനും പഠിക്കുവാനും. ഇനി 3-ാമതായിട്ട്, പുതിയ നിയമത്തിൽ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉപദേശവും അപ്പോസ്തലന്മാരുടെ ഉപദേശവും പ്രവാചകന്മാരുടെ ഉപദേശവും ഉണ്ടായിരിക്കണം. കാരണം ദൈവസഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എഫെസ്യർ 2:20 പ്രകാരം ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ഈ വസ്തുത നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം യേശു ക്രിസ്തു പറഞ്ഞു, ലൂക്കോസ് 24:25 പ്രവാചകന്മാരെ വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് യേശു പറഞ്ഞു. അതുകൊണ്ട് പ്രവാചകന്മാരെ വിശ്വസിക്കുന്നവർ അപ്പോസ്തലന്മാരെ അനുസരിക്കും. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 10:43-48 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രവാചകന്മാർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും പറയുന്നു. അതുകൊണ്ട് യേശു പറഞ്ഞു, പ്രവാചകന്മാർ പറയുന്നത് എല്ലാം വിശ്വസിക്കണം. പകുതി വിശ്വസിച്ചാൽ പോരാ, മുഴുവൻ വിശ്വസിക്കണം. ഇനി അടുത്തതായിട്ട് അതിപ്രധാനമായിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ആവർത്തനം 4:2 വെളിപ്പാട് 22:19 നമ്മൾ വായിക്കുമ്പോൾ ദൈവവചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത് എന്ന് പറയുന്നു. ദൈവം ഏകൻ എന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഇപ്പുറത്തേക്ക് അതിൻ്റെ ഇടതുവശത്തൊരു ത്രീയും കൂടെ കൂട്ടിച്ചേർത്ത് പഠിപ്പിക്കുന്നത് അത് സാത്താനാണ്. നിങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ള ഒരു പഠനത്തിലേക്ക് നിങ്ങൾ വഴുതി വീഴരുത്. അത് സാത്താൻ്റെ വലിയ തന്ത്രമാണ്, സാത്താൻ്റെ കുടുക്കാണ്, സാത്താൻ്റെ കൊലക്കയറാണ്. അതുകൊണ്ട് ദൈവവചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുകയോ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യരുത്. അത് സാത്താന് വിട്ടുകൊടുത്തേക്കുക, അവൻ കൊണ്ടുപോകട്ടെ. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇവിടെ പറയുക, വചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അവകാശം നീക്കിക്കളയുമെന്നാണ്. മറ്റൊരു ഭാഗത്ത് പറയുന്നത്, പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാധകൾ ഞാൻ അവന് വരുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പല ബാധകൾ കയറാൻ സാധ്യതയുണ്ട്. ഏകദൈവത്തിൽ വിശ്വസിക്കാതെ ത്രിയേക ദൈവത്തിലും തൃത്വവിശ്വാസത്തിലേക്കും പോന്നാൽ ഒത്തിരി ബാധകൾ ഇന്ന് സോഷ്യൽ മീഡിയ നോക്കിയാൽ കാണാം. ആ ബാധകളെല്ലാം രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ദൈവജനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ അറിഞ്ഞിരിക്കണം, പഠിക്കണം, മറ്റുള്ളവരെ പഠിപ്പിക്കണം. അതിനുവേണ്ടിയാണ് സ്വർഗത്തിലെ കർത്താവ് തൻ്റെ രക്തം ചിന്തി നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.